Good morning, all. Happy New Year. Happy New Year, ma'am. Happy New Year. Happy New Year. Happy New Year ആയിട്ട് എല്ലാവരും മനസ്സ് കുളിച്ച പുതിയ വർഷത്തെ വരവേൽക്ക്. Good morning, ma'am. Happy New Year. Morning, Happy New Year. Happy New Year. Good morning, Anjali. Happy New Year. Okay. നമുക്ക് തുടങ്ങാം. നമുക്ക് വേറെ ഒന്നും പറയാനില്ലല്ലോ. പുതുവർഷത്തിൽ നിനക്കൊന്നും വേറെ പറയാനൊന്നുമില്ലല്ലോ. നമുക്ക് തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 2025 എല്ലാവർക്കും ഒന്നുകൂടി നല്ല വർഷമാവട്ടെ എന്ന് ഒന്നുകൂടി ആശംസിക്കുന്നു. ഓക്കെ, നമ്മൾ എടുത്തു നിർത്തിയത് എവിടെയാണ്? നമ്മൾ എടുത്തത് ഫങ്ഷൻസ് ഓഫ് ദ ആക്സിഡന്റ് ആൻഡ് എമർജൻസി എന്നാണ് എടുത്തത് അല്ലെ? നമ്മൾ ഇവിടം വരെ എടുത്തു തീർന്നില്ലേ? ഇതെല്ലാം എടുത്തു തീർന്നു. റെക്കോർഡ്സ്, പോളിസി, ഇന്റിമേഷൻ, ബുക്ക്, ഇവിടം വരെ തീർന്നില്ലേ നമ്മള്? ഇനി നമുക്ക് എടുക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് ദ ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസ് വിച്ചാറല്ലേ? ഹാപ്പി ന്യൂ ഇയർ അജയ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. വായിച്ചൊക്കെ നോക്കിയായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും? അതോ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ആരും ബുക്കൊന്നും നോക്കിയില്ലേ? ക്രിസ്മസിന്റെ തിരക്കിലായി പോയി. ഓക്കെ, എക്സാം പെട്ടെന്ന് വരും. മൊഡ്യൂള് 1ഉം മൊഡ്യൂള് 2ന്റെയും എക്സാം 3 മാസം എത്തുമ്പോ വരും കേട്ടോ. മാസം പെട്ടെന്ന് തീരും. നിങ്ങൾ 6 മാസത്തെ കോഴ്സ് അല്ല, 6 മാസം പോണതറിയില്ല, പെട്ടെന്ന് തീരും. സ്റ്റാർട്ട് ചെയ്താണെങ്കിലും ഇപ്പൊ 1 മാസം കഴിഞ്ഞു. നമ്മുടെ ഈ 3 മാസം എത്തുമ്പോൾ മൊഡ്യൂള് 1ന്റെയും മൊഡ്യൂള് 2ന്റെയും എക്സാം ഉണ്ടാവും. രണ്ടും കൂടി ഒരുമിച്ചായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഫങ്ഷൻസ് ഓഫ് ദ ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസസ് വിച്ച് ആർ അത് നോക്കാം. എന്താ പറഞ്ഞേ? അപകടത്തിന്റെ മെയിൻ എക്സാം ആണ്. മെയിൻ എക്സാം അല്ല, മെയിൻ എക്സാം നിങ്ങൾക്ക് 6 മാസത്തെ ലാസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ സ്റ്റാർട്ടിങ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഫസ്റ്റ് മൊഡ്യൂള് 1ന്റെയും 2ന്റെയും മോഡൽ എക്സാം തന്നു കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് മോഡൽ ആദ്യം തരുള്ളൂ. അത് കഴിഞ്ഞ് എന്താണ് ക്വസ്റ്റ്യൻ പാറ്റേൺ എന്നൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം മെയിൻ എക്സാം വരുള്ളൂ. ഒറ്റയടിക്ക് മെയിൻ എക്സാം അങ്ങനെ വരില്ല കേട്ടാ. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് മിഡ് എക്സാം പോലെ. ഓക്കെ, നിങ്ങൾക്ക് അതറിയാൻ വേണ്ടിയിട്ട് ഒരു മോഡൽ എക്സാം തരും. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് അതിന്റെ 2 മൊഡ്യൂളിന്റെയും കൂടി കൂട്ടിയിട്ട് ഒരു മെയിൻ എക്സാം ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ മൊഡ്യൂള് 4ഉം മൊഡ്യൂള് 3ഉം 4ഉം കൂടി കൂട്ടിയിട്ട് വീണ്ടും ഒരു മോഡൽ എക്സാം നടത്തും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മെയിൻ എക്സാം നടത്തും. 2024 പെട്ടെന്ന് പോയി അല്ലേ? എന്ത് പെട്ടെന്നായി 2024 പോയത്? കഴിഞ്ഞ കൊല്ലം ന്യൂ ഇയർ ഓർത്തത് ഇപ്പോഴും ഉണ്ട്, ഓർക്കണത് അല്ലേ? 2025 ഒരേ വർഷം പോകുമ്പോഴും നമ്മുടെ ഒരേ വയസ്സ് പോയിക്കൊണ്ടിരിക്കുക, 'അല്ലേ? നമുക്ക് ഒരേ വയസ്സ് കൂടിക്കൊണ്ടിരിക്കല്ലേ?
എക്സാമിന്റെ കാര്യമൊക്കെ 120-ലായിരിക്കും. നിങ്ങൾക്ക് അത്ര ഒന്നും വേണ്ടി വരില്ല. അതിന്റെ കൂടുതൽ എനിക്ക് അറിയില്ല കേട്ടോ. അത് നിങ്ങളുടെ ഓഫീസിലായിട്ട് ചോദിച്ചാൽ മതി. ഓക്കെ, ഞാൻ പറഞ്ഞെന്നുള്ളൂ. നമുക്ക് എക്സാം തീർക്കണം അതിന് മുമ്പ്. 2025 എല്ലാവർക്കും നന്നാവും. നല്ല ഒരു വർഷമായിരിക്കും 2025. എല്ലാവർക്കും നല്ലൊരു പുതുവർഷമായിരിക്കും. ഓക്കെ, ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ 2025 ഏകദേശം ഒരു പകുതിയൊക്കെ ആവും. നിങ്ങൾക്ക് നല്ല ഈ കോഴ്സ് കഴിയുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു ജോലി, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും നല്ലൊരു ജോലിയുണ്ട് കയറാൻ പറ്റട്ടെ എല്ലാവർക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, തുടങ്ങാം. നമുക്ക് ഫങ്ഷൻസ് ഓഫ് ദ ആക്സിഡന്റ് ആൻഡ് എമർജൻസി സർവീസ് വിച്ചാർ എന്ന് വെച്ചാൽ എമർജൻസി. അപകടത്തിന്റെയും അടിയന്തര സേവനത്തിന്റെയും പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ആക്സിഡന്റ് ആയതും പിന്നെ എമർജൻസി സർവീസിന്റെ അതിന്റെയൊക്കെ ഫങ്ഷൻസ് എന്താണ്, അതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് എന്താ? ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ആൻഡ് കറക്റ്റ് ലൈഫ് സേവിങ് മെഡിക്കൽ കെയർ എന്ന് വെച്ചാൽ എന്താ? ശരിയായ രീതിയിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കറക്റ്റ് ശരിയായ രീതിയിൽ മെഡിക്കൽ കെയർ ഇമ്മീഡിയറ്റ് ആയിട്ട് നൽകി കൊടുക്കണം. ടു പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് കറക്റ്റ് ലൈഫ് സേവിങ് മെഡിക്കൽ കെയർ. അപ്പൊ ശരിയായ രീതിയിൽ വേണം നമ്മൾക്ക് എന്ത് കൊടുക്കാനായിട്ട്? മെഡിക്കൽ കെയർ കൊടുക്കാനായിട്ട്. അത് എങ്ങനെ കൊടുക്കണം? ഇമ്മീഡിയറ്റ് ആയിട്ട്, ഉടനടി കൊടുക്കണം. എമർജൻസി സർവീസും അല്ല ആക്സിഡന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ താളം കളിച്ച് നിന്നിട്ട് കാര്യമില്ല. പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റണം. അത് നല്ല ശരിയായ രീതിയിൽ തന്നെ വേണം, കറക്റ്റ് ആയിട്ട് വേണം മെഡിക്കൽ കെയർ കൊടുക്കാൻ. ടു ലൈസ് വിത്ത് ദ കോർട്സ് ആൻഡ് പോലീസ് ഇൻ മെഡിക്കോ ലീഗൽ കേസസ് വെനെവർ റിക്വയർഡ്. എന്താ? മെഡിക്കോ ലീഗൽ കേസുകൾ ആവശ്യമുള്ളപ്പോഴെല്ലാം കോടതിയെയും പോലീസിനെയുമായിട്ട് ബന്ധപ്പെടണം. എന്ന് വെച്ചാൽ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ കേസ് ആക്സിഡന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് കേസിൽ പെടും. കേസിൽ പെടുന്നതാണ് മെഡിക്കോ ലീഗൽ കേസ് എന്ന് നമ്മൾ പറയാം. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ആയിട്ടൊക്കെ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പൊ തന്നെ എന്ത് ചെയ്യും? പോലീസിനെ അറിയിക്കും, അല്ലെ? പിന്നെ എമർജൻസി ഒരു കൈ മുറിച്ച് പോലും ആത്മഹത്യക്ക് വന്നാൽ പോലും അതുപോലും പോലീസിനെ അറിയിക്കും. അപ്പോഴും അതൊക്കെ എന്താവും? മെഡിക്കോ ലീഗൽ കേസിൽ ഉൾപ്പെടും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടു ലൈസ് എന്ന് വെച്ചാൽ എന്താ? ബന്ധപ്പെടുക, നമ്മൾ അറിയിക്കുക, ബന്ധം സ്ഥാപിക്കുക എന്നാണ് ടു ലൈസ് എന്ന് പറയുന്നത്. അപ്പൊ കോർട്സിന് ഒന്നല്ലെങ്കിൽ ആരെ അറിയിക്കണം? കോടതിയിൽ പറയണം. അല്ലെങ്കിൽ നാളെ അവർക്ക് എന്തെങ്കിലും വന്നു പോയാൽ ഹോസ്പിറ്റലുകാരായിരിക്കും MLC മെഡിക്കോ ലീഗൽ കേസ്. അപ്പൊ ഹോസ്പിറ്റലുകാരായിരിക്കും ഇതിന്റെ പുറകെ നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ MLC കേസുകൾ എന്തെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ പോലീസിനെയും അല്ലെങ്കിൽ കോടതിയായിട്ട് ബന്ധപ്പെടണം. അതാണ് രണ്ടാമത് പറഞ്ഞത്. പിന്നെ ടു പ്രൊവൈഡ് ആംബുലൻസ് സർവീസസ് ഫോർ പ്രീ ഹോസ്പിറ്റൽ കെയർ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഷ്യന്റ് ടു ആൻഡ് ഫ്രം ദ ഹോസ്പിറ്റൽ. എന്താ പറഞ്ഞേ? ഹോസ്പിറ്റലിന് മുമ്പ് കെയർ കൊടുക്കാനും ഹോസ്പിറ്റലിലേക്ക്, ഇപ്പൊ നമ്മൾ ഒരു പേഷ്യന്റിന്റെ ഹോസ്പിറ്റലിൽ വന്നു, ആ പേഷ്യന്റ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തു, പിന്നെ ആ പേഷ്യന്റിന് തിരിച്ചു പോണം. ഇവിടെ വന്ന പോലെ പേഷ്യന്റ് എങ്ങനെയായിരിക്കും ഇവിടെ ചിലപ്പോ എമർജൻസി ആക്സിഡന്റ് ഒക്കെ വരുന്ന പേഷ്യന്റ് ആംബുലൻസിനായിരിക്കും വരുന്നത്, അല്ലെ? അവര് വന്ന് കഴിയുമ്പോൾ ആംബുലൻസ് തിരിച്ചു പോകും. ആംബുലൻസ് എങ്ങനെ തിരിച്ചു പോകും? അപ്പൊ നമ്മളെ എമർജൻസി കെയർ ഹോസ്പിറ്റലിൽ പേഷ്യന്റ് ഇറങ്ങി അവർക്ക് ഒരു കെയർ ഒക്കെ കൊടുത്ത് കഴിയുമ്പോ അവരെല്ലാം കഴിഞ്ഞ് അവർക്ക് തിരിച്ചു പോകണം. തിരിച്ചു പോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ആര് റെഡിയാക്കണം? അത് ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്വമാണ്. ഹോസ്പിറ്റല് അവർക്ക് റെഡിയാക്കി കൊടുക്കണം. അവര് വന്നത് ഒരു ആംബുലൻസിനായിരിക്കും, തിരിച്ചു പോണത് ആംബുലൻസിനാവില്ല. എന്നാലും അവർക്ക് എന്താ? ഒരു ട്രാൻസ്പോർട്ടേഷൻ വേണ്ടി വരും, എന്തെങ്കിലും ഒരു വെഹിക്കിൾ. ആ സമയത്ത് ആംബുലൻസ് വേണ്ടി വന്നാൽ പോലും ആംബുലൻസ് വേണോ അതോ വേറെ എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ പോലും അതൊക്കെ ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തമാണ്. ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിൽ അത് പെടും. അതാണ് ടു പ്രൊവൈഡ് ആംബുലൻസ് സർവീസ്. ആംബുലൻസ് സർവീസ് കൊടുക്കണം. എങ്ങനെ? ഹോസ്പിറ്റലിൽ വന്നാലും ഹോസ്പിറ്റലിന് മുമ്പായാലും ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടായാലും ആ പേഷ്യന്റിന് ആംബുലൻസ് അങ്ങനെ വേറെ എന്തെങ്കിലും ട്രാൻസ്പോർട്ടിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ നമ്മളത് ലഭ്യമാക്കി കൊടുക്കണം. ടു ഫുൾഫിൽ ദ റോൾ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെന്റർ എസ്പെഷ്യലി ഡ്യൂറിംഗ് ഡിസാസ്റ്റർ. ഇൻഫർമേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ എന്തെങ്കിലുമൊക്കെ അവരുടെ ആ ഒരു റോള്, അവിടെ ഒരു പങ്ക് അത് നിറവേറ്റാനായിട്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഒരു ഡിസാസ്റ്റർ ദുരന്ത സേനയുള്ള ആ ദുരന്ത സമയത്തുള്ള എന്തെങ്കിലും ഒരു പ്രവർത്തനം, അത് ടു ഫുൾഫിൽ റോൾ, അവരുടെ റോളായിരിക്കണം ഇൻഫർമേഷൻ. അത് ഒന്നല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സെന്റർ ആയിട്ട് നമ്മള് ഇപ്പൊ എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചു, ഡിസാസ്റ്റർ സംഭവിച്ചു,
തീപിടുത്തം വന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഹോസ്പിറ്റലുകാർക്ക് അതിന്റെ അതിന്റെ ഒരു സെന്ററുകൾ ഉണ്ട്, അത് ഇൻഫോം ചെയ്യാം. ഇപ്പൊ തീയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഫയർഫോഴ്സിൽ കോണ്ടാക്ട് ചെയ്യാം. ഫയർഫോഴ്സ് അവര് വന്ന് തീ അടക്കാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ കാര്യങ്ങള് പിന്നെ വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും വിവരങ്ങൾ ഇൻഫർമേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് അതിന്റെ ഏത് സെന്റർ ആണോ അവർക്ക് കൈമാറി അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു റോൾ ചെയ്യണം. അവരുടെ പങ്ക്, ആ ഹോസ്പിറ്റലിന്റെ പങ്കാണ് അത്. ടു ഫുൾഫിൽ ദ റോൾ ഓഫ് ഇൻഫർമേഷൻ. അവരെന്ത് ചെയ്യണം? അവരുടെ പങ്ക് നിറവേറ്റുന്നതിന് ഒരു പ്രത്യേക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാ പറഞ്ഞത്. ഡിസാസ്റ്റർ, ദുരന്തം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അതിന്റെ കാര്യങ്ങൾ, അതിന്റെ ഇൻഫർമേഷൻ ഒക്കെ പറയണ്ട. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട പങ്ക് ആർക്കുണ്ട്? ഹോസ്പിറ്റലിനുണ്ട്. നമ്മളിപ്പോ പറയണത് ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളാണ് പറയണത്. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഇപ്പൊ നമ്മൾ വിചാരിക്കും ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഒരു ആംബുലൻസിൽ പോകും. അതെന്തിനാ പറയണേന്ന്? അതൊക്കെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിലുള്ളതാണ്. ഇപ്പൊ എന്തെങ്കിലും ഡ്യൂ ടു ഡിസാസ്റ്റർ എന്ന് പറഞ്ഞു എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാൽ അവർക്ക് അതിൻ്റെതായ രീതിയിൽ അതിന്റെ ഏത് കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഇൻഫർമേഷൻ ഒക്കെ കൈമാറണമെങ്കിലും എന്ത് വേണം? അതും ഈ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനത്തിൽ പെടും. പിന്നെ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച് ആക്ടിവിറ്റീസ് ഓഫ് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫിന്റെ അവിടുത്തെ ഹോസ്പിറ്റലിലുള്ളവർക്കുള്ള എന്തെങ്കിലും എഡ്യൂക്കേഷൻ, അവർക്ക് വിദ്യാഭ്യാസം, അതല്ലെങ്കിൽ എന്തെങ്കിലും പരിശീലനം, അവർക്ക് എന്തെങ്കിലും അവർ ചെയ്യണ ജോലിയിൽ അവർ ഏതോ ജോലിയാണോ ചെയ്യണം അതിനുള്ള പരിശീലനം, അല്ലെങ്കിൽ ഗവേഷണ പ്രവർത്തനങ്ങൾ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കാര്യങ്ങൾ ആര് നോക്കണം? ഹോസ്പിറ്റലുകാർ നോക്കണം. അപ്പൊ എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, പിന്നെ എന്തെങ്കിലും റിസർച്ച് ചെയ്യണമെങ്കിൽ ആ മെഡിക്കൽ സ്റ്റാഫിന്റെ അവരുടെ പ്രവർത്തനങ്ങളുടെ ഇതിലുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലുകാർ നോക്കണം. അപ്പൊ 5 കാര്യങ്ങൾ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, 5 കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി? ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി പറയണോ ഈ 5 കാര്യം? പറയണോ? ആരും റെസ്പോണ്ട് ചെയ്യാത്തെന്താ? എനിക്ക് കാണാത്തതുകൊണ്ടാണോ? ആരും റെസ്പോണ്ട് ചെയ്യണില്ല? വേണ്ട. ഓക്കെ, ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. നെക്സ്റ്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുർ. ഹോസ്പിറ്റലിന്റെ അധികൃതർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, അത് ഭരിക്കുന്നവര് എന്തെല്ലാം കാര്യങ്ങൾ ഉറപ്പുണ്ടാക്കണം, ഉറപ്പുവരുത്തണം, എൻഷുർ ചെയ്യണം. നമ്മൾ പഠിക്കുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അവര് ഉറപ്പുവരുത്തുന്നത്. ബാക്കിയുള്ള ഇതിലല്ല. എമർജൻസി ഡിപ്പാർട്ട്മെന്റില് ഹോസ്പിറ്റലിന്റെ ആ ഒരു അവർ നിർവഹിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യണം. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് ബി ഓർഗനൈസ്ഡ് ആൻഡ് അഡ്മിനിസ്ട്രേഡ് ടു മീറ്റ് ദ ഹെൽത്ത് കെയർ നീഡ്സ് ഓഫ് ഇറ്റ്സ് പോപ്പുലേഷൻ. എന്താ? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അതിന്റെ ജനസംഖ്യയുടെ ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് കുറെ കാര്യങ്ങൾ സംഘടിപ്പിക്കുകയും അത് നിയന്ത്രിക്കുകയും വേണം. എന്താ പറഞ്ഞേ? ഇത് നമ്മുടെ ചെയ്യണത് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടിയാണ് ഇവിടെ പറയണത്. ഇവിടെ ഓരോന്നും പറയണത് അഡ്മിനിസ്ട്രേറ്റർ എന്തെല്ലാം കാര്യങ്ങൾ ഉറപ്പുവരുത്തണം, അവർ എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ പറയണത്. അപ്പൊ ഇവിടെ എന്താ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ജനസംഖ്യയുടെ ഒരുപാട് ജനങ്ങൾ വരും. അപ്പൊ ആ ഒരു ജനസംഖ്യയുടെ ആരോഗ്യ സംരക്ഷണങ്ങൾ അവർക്ക് വേണ്ട അഡ്മിനിസ്ട്രേറ്റ് ടു മീറ്റ് ദ ഹെൽത്ത് കെയർ നീഡ്സ് ഓഫ് പോപ്പുലേഷൻ. ജനങ്ങളുടെ ഹെൽത്ത് കെയർ, ജനങ്ങളുടെ ആരോഗ്യങ്ങൾ, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ, എന്തെല്ലാം ആവശ്യങ്ങൾ അവർ ആരോഗ്യത്തിന് വേണ്ടി വേണം, എന്തെല്ലാം ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അവര് ഓർഗനൈസ് ചെയ്ത് ഒരു സംഘടിപ്പിക്കാം. കുറെ കാര്യങ്ങൾ അവര് എല്ലാവരും കൂടി തീരുമാനിക്കാം. ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും. ടോപ്പ് മുതല് മാനേജ്മെന്റ്, ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് മുതൽ താഴെ ക്ലർക്ക് വരെ ഉണ്ടാവും. അപ്പൊ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ട്. അവരെല്ലാവരും കൂടി ആലോചിച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ജനങ്ങളുടെ ഹെൽത്ത് കെയറിന്റെ ആവശ്യങ്ങൾ കൂട്ടാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കാൻ, ഓർഗനൈസ് ചെയ്യാം. എന്നിട്ട് എന്ത് വേണം? അത് നിയന്ത്രിക്കുകയും വേണം. അതിങ്ങനെയൊക്കെ വേണം, അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുകയും വേണ്ട ഡ്യൂട്ടി ആർക്കാ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. പിന്നെ ഓപ്പറേഷൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് ബി ഗൈഡഡ് ബൈ റിട്ടൺ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. എന്താ അവിടെ എന്താ പറഞ്ഞേക്കണേ? അവിടെ പറഞ്ഞേക്കണത് എമർജൻസി ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ
എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനം, ഓപ്പറേഷൻ എന്ന് പറയുന്നത് അവരുടെ പ്രവർത്തനം, അവർ ചെയ്യുന്ന പ്രവർത്തനം അത് ഗൈഡ് ചെയ്യണം, അത് നയിക്കണം. എങ്ങടാ? ബൈ റിട്ടൺ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതിന്റെ നയങ്ങള്, അതിന്റെ പോളിസികളും അതിന്റെ നടപടിക്രമങ്ങളും എങ്ങനെ നയിക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രവർത്തിക്കണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്താ ചെയ്യേണ്ടത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം? അതിനെ നയിക്കണം. അതിന്റെ പോളിസികൾ എങ്ങനെയാണ്, അതിന്റെ പ്രൊസീജിയർ, അതിന്റെ നിയന്ത്രണങ്ങൾ, അതിന്റെ പോളിസിയും പ്രൊസീജിയറിനെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ നയിച്ചുകൊണ്ട് പോകണം. എന്നാലേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പ്രവർത്തനത്തിൽ നല്ല പ്രവർത്തനം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് അവരുടെ രണ്ടാമത്തെ ഡ്യൂട്ടി. രണ്ടാമത്തെ ഡ്യൂട്ടി എന്താ? പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സ് ഗൈഡഡ്. ആര് ഗൈഡ് ചെയ്യണം? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ആരാ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഗൈഡ് ചെയ്യണം റിട്ടൺ പോളിസി. അത് രേഖാമൂലം വേണം അവര് ചെയ്യാനായിട്ട്, എഴുതി തയ്യാറാക്കിയിട്ട് വേണം. റിട്ടൺ, ഓറലായിട്ട് പറയലല്ല. ഇപ്പൊ ഒരു കാര്യം അവര് ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് പറയാണ്, നിങ്ങള് അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മളിത് ചെയ്യണം. ജനങ്ങൾക്ക് വേണ്ടി നല്ല ട്രീറ്റ്മെന്റ്, നല്ല ഹെൽത്ത് കെയർ നമ്മൾ കൊടുക്കാം. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കൊടുക്കുമ്പോ നമ്മളിങ്ങനെ പറയാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ വന്നുകൊണ്ട് ഒരാളോട് പറയാ, എന്താ പറയാ, ആ അവിടെ ഒരുപാട് ജനങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ട് ഒരു 10 ബെഡ് അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറയല്ല, അത് രേഖാമൂലം റെഡിയാക്കി കൊടുക്കാം. റിട്ടൺ അതിന്റെ പോളിസികൾ എന്താ, പ്രൊസീജിയർ എന്താന്നുള്ളത് രേഖാമൂലമാണ് റെഡിയാക്കേണ്ടത്. എന്നിട്ട് അത് ഗൈഡ് ചെയ്യണം. അത് അങ്ങനെയാണ് ഓപ്പറേഷൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, മെഡിക്കൽ ആൻഡ് ദ നഴ്സിംഗ് ഡയറക്ടർ ഓഫ് ഹോസ്പിറ്റൽ അലോങ് ദ അപ്രോപ്രിയേറ്റ് ഇന്റഗ്രേഷൻ ഓഫ് ആൻസിലറി സർവീസസ് മസ്റ്റ് എൻഷുർ ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എന്ന് വെച്ചാൽ എന്താ അവിടെ പറഞ്ഞേക്കണത്? മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ഡയറക്ടർ, ഹോസ്പിറ്റലിലെ ഒരു മെഡിക്കൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഡയറക്ടർ അവർ ഉചിതമായ കാരണങ്ങള്, സേവനങ്ങളൊക്കെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എന്തോന്ന് ഒരു അവരുടെ നിലവാരം, അതിന്റെ നിലവാരം എങ്ങനെയാണ്, അവിടുത്തെ സർവീസ്, ആൻസിലറി സർവീസ്, അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യം അവർ ഉറപ്പുവരുത്തണം. ആ ഉറപ്പുവരുത്തേണ്ടത്, എൻഷുർ ചെയ്യേണ്ടത് ക്വാളിറ്റി ആൻഡ് സേഫ്റ്റിയിലാണ്. അവിടുത്തെ ക്വാളിറ്റിയിൽ, അതിന്റെ പ്രവർത്തനങ്ങളിൽ നല്ല ഗുണനിലവാരം ഉണ്ടാ, ആ സേഫ്റ്റി ആണോ, ഈ ഹോസ്പിറ്റലിലെ എമർജൻസി എന്തെങ്കിലും പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവർ സേഫ്റ്റി ആണോ എന്നുള്ള കാര്യങ്ങൾ മെഡിക്കലും നഴ്സിംഗ് ഡയറക്ടറും ഈ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അതാണ് മൂന്നാമത് പറഞ്ഞ പോയിന്റ്. ഒന്നുകൂടിയും പറയാം, മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ഡയറക്ടർ ബോർഡിൽ ഇരിക്കുന്ന ഒരാള് ആ ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ അല്ലെങ്കിൽ നഴ്സിംഗ് ഡയറക്ടർ ബോർഡിലെ ആരെങ്കിലും ആ ഹോസ്പിറ്റലിന്റെ നല്ല രീതിയിൽ ക്വാളിറ്റിയിലായാലും സേഫ്റ്റിയിലായാലും അവർക്ക് കെയർ നല്ല രീതിയിൽ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, ആൻസിലറി സർവീസസ്, ആ ഹോസ്പിറ്റലിന്റെ സർവീസ് സേവനങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്തണം. അതാണ് മൂന്നാമത്തെ കാര്യത്തിൽ പറഞ്ഞത്. ഓക്കെ. പിന്നെ നാലാമത്, അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് എമർജൻസി കെയർ കണ്ടിന്യൂലി മോണിറ്റേർഡ് ആൻഡ് ഇവാലുവേറ്റഡ്. എന്താ പറഞ്ഞേ? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് വെച്ചാൽ അടിയന്തര പരിചരണത്തിന്റെ ആ തുടർച്ചയായി പരിചരണങ്ങൾ എങ്ങനെയാണ്? തുടർച്ചയായിട്ട് ഒരു പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യണം, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പേഷ്യന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വന്നു, ആക്സിഡന്റ് ആയിട്ട് വന്ന ആ പേഷ്യന്റിന് നമ്മൾ ഒരാള് കൂടി ഉണ്ടാവും, ഒരു നഴ്സ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എപ്പോഴും കൂടി ഉണ്ടാവും ഈ പേഷ്യന്റിനെ നോക്കാനായിട്ട്, വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. തുടർച്ചയായിട്ട് ഇങ്ങനെ വാച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അത് പേഷ്യന്റിനെ തുടർച്ചയായിട്ട് വാച്ച് ചെയ്യുക, അതുപോലെ തന്നെ പേഷ്യന്റിന്റെ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും വേണം, മോണിറ്റർ ചെയ്യാൻ വേണം, അതുപോലെ തന്നെ ഇവാലുവേറ്റ് ചെയ്യണം, വിലയിരുത്തണം. ഈ പേഷ്യന്റിനെ എങ്ങനെയുണ്ട്, വന്ന പോലെ കണ്ടീഷൻ ആണോ? വന്നപ്പോ പേഷ്യന്റിന്റെ കണ്ടീഷൻ ഭയങ്കര ക്രിട്ടിക്കൽ ആയിരുന്നു, ഇപ്പൊ പേഷ്യന്റ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി നമ്മൾ കറക്റ്റ് ചെയ്ത് നോട്ട് ചെയ്ത് വെക്കണം. അതാ പറഞ്ഞേ, അപ്രോപ്രിയേറ്റ്നെസ് ഓഫ് എമർജൻസി കെയർ. അടിയന്തരമായിട്ട് നമ്മൾ ഒരു പേഷ്യന്റിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കണ്ടിന്യൂലി തുടർച്ചയായിട്ട് ആ പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യാൻ വേണം, അതുപോലെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണം. ഓക്കെ. അപ്പൊ അതാ പറഞ്ഞത് നാലാമത്തെ പോയിന്റില്. അപ്രോപ്രിയേറ്റ് എന്ന് വെച്ചാൽ എന്താ? ഉചിതത്വം. ഉചിതത്വം എന്ന് വെച്ചാൽ പേഷ്യന്റിന് യോജിച്ച പോലെ, ആ പേഷ്യന്റിന് പറ്റാവുന്ന പോലെ പേഷ്യന്റിന്റെ ഉചിതം നഴ്സുമാരെ എങ്ങനെയാണ് അവര് നോക്കണേ? ഇപ്പൊ ഒരു പേഷ്യന്റിനെ കണ്ടിന്യൂലി മോണിറ്റർ എന്ന് പറയുമ്പോൾ തുടർച്ചയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. രാവിലെ 10 മണിക്ക് പൾസ് നോക്കിയപ്പോ കുറച്ച് കുറവായിരുന്നു, അത് കഴിഞ്ഞാൽ ഒരു 10:05 അല്ലെങ്കിൽ 10:10 അങ്ങനെ ഇടകലർന്ന് തുടർച്ചയായിട്ട് ആ പേഷ്യന്റ് ബെറ്റർ ആവണ വരെ അത് നോക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ. അതും ആരുടെ കടമ? ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്
ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തമാണ്. അവർ ഉറപ്പുവരുത്തണം. നെക്സ്റ്റ്, ദ മെഡിക്കൽ ഡയറക്ടർ ഷുഡ് ഓവർസീ ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ പ്രാക്ടീസ് ഓഫ് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ്. എന്ന് വെച്ചാൽ എന്താ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എപ്പോഴും എന്തായിരിക്കും? ഭയങ്കര മെഡിസിൻ ഒക്കെ എമർജൻസി മെഡിസിൻ ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും എമർജൻസി മെഡിസിൻ ഉണ്ടെങ്കിൽ അത് എല്ലാ വശങ്ങളും മെഡിക്കൽ മേൽനോട്ടം വഹിക്കണം. ആ മരുന്നുകളൊക്കെ കറക്റ്റ് ആയിട്ട് അവിടെ എന്തെങ്കിലും ഒരു ഇത് വരാൻ പാടില്ല. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ മെഡിസിനൊക്കെ അത്രയും വാല്യൂ ഉണ്ടാവും അല്ലെ? ഓരോ മരുന്നും ആ പേഷ്യന്റിന് കൊടുക്കുന്നത് ആ പേഷ്യന്റിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് അത്രയും വാല്യൂ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ മെഡിക്കൽ ഡയറക്ടർ ബോർഡ് വേണം അത് നോക്കാനായിട്ട്. അതിന്റെ എല്ലാ വശങ്ങളും ഓൾ ആസ്പെക്ട്സ് ഓഫ് പ്രാക്ടീസ് എമർജൻസി മെഡിസിൻസ് എല്ലാം അവർ പ്രാക്ടീസ് ചെയ്യണം, എല്ലാം ചെയ്ത് നോക്കണം. മരുന്നുകൾ കറക്റ്റ് ഉണ്ടോ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള പേഷ്യന്റിന്? ഇപ്പൊ രാവിലേക്കുള്ള മരുന്ന് ഉച്ചക്ക് ഉള്ളത് ഒരു 2 ദിവസം മുൻകൂട്ടിയെങ്കിലും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ള മെഡിസിൻസ് ഉണ്ടോന്ന് ആര് നോക്കണം? ദ മെഡിക്കൽ ഡയറക്ടർ. ആ ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ഡയറക്ടർ നോക്കണം. ഈ മെഡിക്കൽ ഡയറക്ടർ എന്ന് പറയുന്നതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന മെമ്പർ തന്നെയാണ്. ഓക്കെ, മെഡിക്കൽ ബോർഡ്, മെഡിക്കൽ ഡയറക്ടർ, പിന്നെ മാനേജ്മെന്റ് എന്നൊക്കെ പറയണതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒരു മെമ്പറാണ്. അപ്പൊ അവരാണ് ഈ മെഡിക്കൽ ഡയറക്ടറാണ് എല്ലാ വശങ്ങളും മരുന്ന് എമർജൻസി മെഡിസിന് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങള് നോക്കേണ്ടത്. നെക്സ്റ്റ് എന്താ? ഓൾ ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ് ഷുഡ് ഗെറ്റ് ഫോമൽ ഇൻഫർമേഷൻ പ്രോഗ്രാം ദാറ്റ് അഡ്രസ്. എന്ന് വെച്ചാൽ എന്താ? എല്ലാ പുതിയ സ്റ്റാഫ് അംഗങ്ങൾക്കും ഒരു ഒഫീഷ്യലായിട്ട് അവർക്കൊരു പ്രോഗ്രാം കൊടുക്കണം. ഒഫീഷ്യലായിട്ട് ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുക്കണം. അതാ പറഞ്ഞത്. ഓൾ ന്യൂ സ്റ്റാഫ് എന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാം കൊടുക്കണം എന്ന് വെച്ചാൽ പുതിയ മെമ്പേഴ്സ് ആണ്. ഹോസ്പിറ്റലിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണെന്ന് അവർക്ക് അറിയില്ല അല്ലെ? ഇപ്പൊ നമ്മൾ ഒരു പുതിയതായിട്ട് ഒരു ഹോസ്പിറ്റൽ ഒരു വേറെ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പോ നമ്മൾക്ക് അവിടേക്ക് എന്തായിരിക്കും? നമുക്കൊന്നും അറിയില്ല, ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അല്ലെ? നമ്മൾക്ക് പക്ഷെ എന്ത് ചെയ്യാം? അപ്പൊ നമ്മൾക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മൾക്ക് അവരെല്ലാ ഒരു 10 ഒരാളാണെങ്കിലും ഒറ്റയ്ക്ക് വന്ന് പറഞ്ഞു തരും അല്ലെ? ഒരു 10 പേര് ആ ദിവസം ഒരുമിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാ? ആ 10 പേർക്ക് കൂടി ഒരു ചെറിയ പ്രോഗ്രാം പോലെ ഓറിയന്റേഷൻ എല്ലാവരും ഒരു ചെറിയ പ്രോഗ്രാം സെറ്റ് ആക്കും. എന്നിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ പറയും പുതിയ മെമ്പേഴ്സ് ഇത്രയും പേര് വന്നിട്ടുണ്ട്, അവ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. സാധാരണ അങ്ങനെയാണ്. അതുപോലെ തന്നെയാണ് ഓൾ ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സ്. എല്ലാ പുതിയതായിട്ട് വന്നേക്കണ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പുതിയതായിട്ട് വന്നേക്കണ പുതിയ സ്റ്റാഫുകൾ ഉണ്ടെങ്കിൽ ഷുഡ് ഗെറ്റ് ഫോമൽ ഓറിയന്റേഷൻ പ്രോഗ്രാം ദാറ്റ് അഡ്രസ്സസ്. എന്ന് വെച്ചാൽ അവർക്ക് ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയാനായിട്ട് ഒരു ചെറിയ ഓറിയന്റേഷൻ പ്രോഗ്രാം നടത്തണം. ഓക്കെ, അങ്ങനെ നടത്തണം. അതാണ് ഫോമലായിട്ട് ചെറിയൊരു ഓറിയന്റേഷൻ, ഔപചാരികമായിട്ട് ഒരു ഒഫീഷ്യലായിട്ട് ചെറിയ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം നടത്തണം. ദ മിഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പിന്നെന്താ? സ്ഥാപനത്തിന്റെ ഡ്യൂട്ടീസ് എന്താണെന്നുള്ള കാര്യങ്ങൾ. മിഷൻ, അവിടുത്തെ മിഷൻ എന്ന് വെച്ചാൽ എന്താ? ഡ്യൂട്ടീസ്. അവിടുത്തെ മിഷൻ ഡ്യൂട്ടീസ് നമ്മൾ ചെയ്യേണ്ട അവിടുത്തെ വർക്കേഴ്സ്, മെഡിക്കൽ സ്റ്റാഫ് അല്ലെങ്കിൽ നോൺ മെഡിക്കൽ സ്റ്റാഫ് ഇവരൊക്കെ ചെയ്യേണ്ട ഡ്യൂട്ടീസിനെ കുറിച്ച് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനെ കുറിച്ച് ഒരു ഉറപ്പുണ്ടാക്കണം. പിന്നെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് SOP. അത് പിന്നീട് ഇവിടെ SOP എന്നാ പറയുള്ളൂ. SOPയുടെ ഫുൾ ഫോം ആണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന്. ഓക്കെ, ആ SOPയുടെ അടുത്ത് എവിടെ എഴുതിയിട്ടേക്ക് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന്റെ അടുത്ത് SOP ബ്രാക്കറ്റിൽ ഇട്ടേക്കാം. നെക്സ്റ്റ്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഈച്ച് മെമ്പർ ഓഫ് ദി ED സ്റ്റാഫ്. എന്ന് വെച്ചാൽ എന്താ? ഉത്തരവാദിത്തം വേണം ഓരോ മെമ്പേഴ്സിനും. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ള ഓരോ മെമ്പേഴ്സിനും എന്ത് വേണം? ഉത്തരവാദിത്തം വേണം. എന്തിനാ? ആ പേഷ്യന്റ് എമർജൻസി പേഷ്യന്റ് ആണ്, ക്രിട്ടിക്കൽ ലെവലിലുള്ള പേഷ്യന്റ് ആണ്, ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്. അപ്പൊ അവർക്ക് അതിനുള്ള ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റി വേണം. എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫിന് ഓരോരുത്തർക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ നെക്സ്റ്റ് എന്താ പറഞ്ഞേ? നെക്സ്റ്റ്, സ്റ്റാഫ് മസ്റ്റ് ഇംപ്രൂവ് ദയർ പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കിൽ. എന്ന് വെച്ചാൽ എന്താ? സ്റ്റാഫ് അവിടുത്തെ ഉള്ള സ്റ്റാഫ് നമ്മൾ പറഞ്ഞു ഓരോ സ്റ്റാഫിനും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലുള്ള ഓരോ സ്റ്റാഫിനും എന്തുണ്ടായിരിക്കണം? റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഓരോ സ്റ്റാഫിനും അവർക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരുപാട് അറിവും സ്കില്ലും ഉണ്ടായിരിക്കണം. എന്തെല്ലാം പ്രൊഫഷണൽ അവർ ജോലി. പിന്നെ ഒരു നഴ്സ് ആണെങ്കിൽ ആ നഴ്സിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, ഞാൻ നഴ്സാണ് എന്നുള്ള ആ ഒരു നഴ്സിന് അതിൻ്റെതായ സ്കില്ലും നോളജും ഉണ്ടായിരിക്കണം.
അതുപോലെയാണ് എല്ലാവരും. ഓക്കെ, ഒരാളുടെ കാര്യമല്ല, എല്ലാവർക്കും. അപ്പൊ ആ ഹോസ്പിറ്റലിൽ സ്റ്റാഫിന്, എല്ലാ സ്റ്റാഫിനും എന്തുണ്ടായിരിക്കണം? ഇംപ്രൂവ് ചെയ്യണം അവരുടെ ദെയർ പ്രൊഫഷണൽ നോളജ് ആൻഡ് സ്കിൽ. ഓരോ സ്റ്റാഫും അവരുടെ സ്കില്ലും നോളജും ഇംപ്രൂവ് ചെയ്യാം. Triage and screening of each patient must be performed by a physician or trained R with EMT. R ഉണ്ട് കേട്ടാ. R എന്നുള്ളടത്ത് ക്യാപിറ്റൽ R എന്നുള്ളടത്ത് ക്യാപിറ്റൽ N കൂടി ഇടാം. വിട്ടു, അത് നിങ്ങളുടെ ബുക്കിൽ ഉണ്ടാ എന്തെന്ന്? എല്ലാവരുടെ ബുക്കിലും ഉണ്ടാ എന്തെന്ന്? ഇല്ലാത്തവര് R എന്ന് ഇടാം. ഓക്കെ, R എന്ന് വെച്ചാ രജിസ്റ്റേർഡ് നഴ്സ് എന്നാണ്. R എന്താ? രജിസ്റ്റർ ചെയ്ത നഴ്സ്, രജിസ്റ്റേർഡ് നഴ്സ് വിത്ത് EMT. EMT എന്താ? എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ, അതാണ് EMT. അപ്പൊ RN രജിസ്റ്റേർഡ് നഴ്സും EMT ഇതും തമ്മില്. അപ്പൊ ട്രയാഗ് ആൻഡ് സ്ക്രീനിങ് എന്ന് വെച്ചാൽ എന്താ? ഓരോ രോഗിയുടെയും, പേഷ്യന്റും ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഓരോ പേഷ്യന്റിനും ട്രയാജും സ്ക്രീനിങ്ങും ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ EMT ഉപയോഗിച്ച് പരിശീലനമായ രജിസ്റ്റർ. ആരൊക്കെ വേണം? ഒരു ഫിസിഷ്യനെ ഉപയോഗിച്ച് RN രജിസ്റ്റേർഡ് നഴ്സും അതിന്റെ കൂടെ EMTയും വേണം. EMTയും പരിശീലനം നേടിയ രജിസ്റ്റേർഡ് നഴ്സും വേണം. EMT എന്ന് വെച്ചാ എന്താ പറഞ്ഞ? EMT എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ആണ്. പക്ഷെ എമർജൻസി മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്നും പറയൂട്ടാ. ട്രീറ്റ്മെന്റ് എന്നൊന്നും ഇതിന് പറയണില്ല, പക്ഷെ ശരിക്കും ട്രീറ്റ്മെന്റ് എന്നാ വരുന്നത്. എല്ലാത്തിലും നിങ്ങളെ ഒന്ന് നോക്കിയേ, ഗൂഗിളിൽ അടിച്ചു നോക്കിയ ആരെങ്കിലും ഗൂഗിളിൽ എന്തെന്നാ പറഞ്ഞേ? അടിച്ചു നോക്കിയാ ഗൂഗിളില്? ടെക്നീഷ്യൻ തന്നെയാണ്. ഓക്കെ ഓക്കെ, ടെക്നീഷ്യൻ തന്നെയാണ്. അപ്പൊ ട്രീറ്റ്മെന്റ് അല്ല. ഒരാൾ എന്റെ അടുത്ത് ആരോ ട്രീറ്റ്മെന്റ് എന്ന് ചോദിച്ചായിരുന്നു. ടെക്നീഷ്യൻസ് എല്ലാവർക്കും അങ്ങനെ തന്നെ വേണ്ടതല്ലേ? മെഡിക്കൽ ഫുൾ ഫോം അടിച്ചു കൊടുക്കുമ്പോൾ പല ഫുൾ ഫോം ഉണ്ട്. നമ്മൾ മെഡിക്കലാണ് പഠിക്കുന്നത്. അപ്പൊ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഫുൾ ഫോം അങ്ങനെ അടിച്ചു കൊടുക്കണം കേട്ടാ. കാരണം ഓക്കെ, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. ഓക്കെ, അതാണ് EMT. അപ്പൊ ട്രയാഗ് സ്ക്രീനും ഓഫ് ഈച്ച് പേഷ്യന്റ്, ഓരോ പേഷ്യന്റിനും എന്താ വേണം? അവിടത്തുള്ള ഹോസ്പിറ്റലിലെ ഓരോ പേഷ്യന്റിനും ട്രയാഗ് നമ്മൾ പറഞ്ഞു, എമർജൻസി ട്രീറ്റ്മെന്റ് അല്ലെ? ട്രയാഗ് എന്താ? പെട്ടെന്ന് കെയർ കൊടുക്കുക. ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റിന് പെട്ടെന്ന് കെയർ കൊടുക്കുന്നത് എമർജൻസി ട്രീറ്റ്മെന്റ്. സ്ക്രീനിങ്ങിനും എന്താ? ഒരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടായാൽ മതി, ഒരു ഫിസിഷ്യൻ ഇവർക്ക് സ്ക്രീനിങ് ചെയ്യാനും ഈ എമർജൻസി ട്രീറ്റ്മെന്റ് ട്രയാഗ് ചെയ്യാനും ഓരോ പേഷ്യന്റിനും ആര് വേണം? ഒരു ഫിസിഷ്യൻ വേണം. അല്ലെങ്കിൽ ട്രെയിൻഡ് എന്ന് വെച്ചാല് പരിശീലനം ലഭിച്ച രജിസ്റ്റേർഡ് നഴ്സ്, പിന്നെ അവരെ കൂടെ ആര് വേണം? EMT എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനും ഉണ്ടായിരിക്കണം. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ട്രയാഗ് എന്ന് വെച്ചാൽ എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കണം, ഒരു കെയർ പരിചരണം കൊടുക്കണം. ആ പരിചരണം സ്ക്രീനിങ് എന്ന് വെച്ചാൽ പേഷ്യന്റിനെ നോക്കണം. പേഷ്യന്റിനെ നമ്മളിങ്ങനെ നമ്മുടെ കാഷ്വാലിറ്റിയിലാണ് എമർജൻസി പേഷ്യന്റ് വന്നു, നമ്മൾ പേഷ്യന്റിനെ കെയർ ചെയ്യാൻ പോകുന്നത്, ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോകുന്നത്. ഈ ട്രീറ്റ്മെന്റ് ചെയ്യണത് ആരായിരിക്കണം? ഒരു സാധാരണ ഡോക്ടറായ പോരാ, ഒരു ഫിസിഷ്യൻ പെർഫോം ചെയ്ത പെർഫോംഡ് ബൈ എ ഫിസിഷ്യൻ. ആര് വേണം പെർഫോം ചെയ്യാൻ? ഒരു ഫിസിഷ്യനും. അതുപോലെ തന്നെ ഫിസിഷ്യൻ ഇല്ലെങ്കിൽ ട്രെയിൻഡ് പരിശീലനം ലഭിച്ച രജിസ്റ്റേർഡ് നഴ്സ് അല്ലെങ്കിൽ അവരെ കൂടെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനും ഉണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് എലിജിബിൾ ആൻഡ് RN രജിസ്റ്റേർഡ് നഴ്സ്. Next, eligible and appropriate medical record must be established for each individual. എന്താ? ഓരോ വ്യക്തിക്കും വ്യക്തവും അനുയോജ്യവുമായ മെഡിക്കൽ രേഖ ഉണ്ടായിരിക്കണം, വ്യക്തമായിരിക്കണം. എലിജിബിൾ എന്ന് വെച്ചാൽ എന്താ? എലിജിബിൾ വായിക്കാവുന്ന, വ്യക്തമായത് വായിക്കാൻ പറ്റണം. ചില മെഡിക്കൽ രേഖകൾ കണ്ടിട്ടില്ലേ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ മരുന്നുകളൊക്കെ എഴുതുമ്പോൾ ഇവിടെ നമ്മുടെ ഒരു എസ് എഴുതിയാ പിന്നെ അറ്റത്ത് ഒരു വര കഴിഞ്ഞ് നടുക്കൊക്കെ ഒരു ബ്ലാങ്ക് വര കഴിഞ്ഞ് ലാസ്റ്റ് എന്തെങ്കിലും ഒരു അക്ഷരം കാണും അല്ലെ? വായിക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ
ആ ഹോസ്പിറ്റലില് ഡോക്ടർമാർ എങ്ങനെ എഴുതണം? ഡോക്ടർമാര് വ്യക്തമായിട്ട് ലെജിബിൾ എന്ന് വെച്ചാൽ എന്താ? വായിക്കാൻ പറ്റാവുന്ന അങ്ങനെ മെഡിക്കൽ റെക്കോർഡ് എങ്ങനെയായിരിക്കണം? ഓരോ പേഷ്യന്റിനും ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ, ഓരോ ഇൻഡിവിജ്വൽ ഓരോ വ്യക്തിക്കും അവരുടെ മെഡിക്കൽ റെക്കോർഡ് വായിക്കാൻ പറ്റാവുന്ന രീതിയിലായിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, അതാ പറഞ്ഞത്. നമ്മൾക്ക് സാധാരണ മെഡിക്കൽ റെക്കോർഡ് നമുക്ക് വായിക്കാൻ പറ്റും, നമ്മൾ നോക്കാറില്ല. ചില മരുന്നിന്റെ ചീട്ടൊക്കെ നമ്മൾ ഫാർമസി കൊണ്ടുപോകുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ ഫാർമസിസ്റ്റിന് അവർക്ക് മനസ്സിലാവും അല്ലെ? ഈ ഡോക്ടർമാര് വീടുകളിലൊക്കെ ഇരിക്കുന്ന ഡോക്ടർമാര് എഴുതുന്നത് അതിന്റെ തൊട്ടടുത്തുള്ള മെഡിക്കൽ ഷോപ്പിലാണ് കിട്ടുള്ളൂ. അതിന്റെ മരുന്നൊക്കെ നമ്മൾ അത് കൊണ്ടുപോയി വേറെ സ്ഥലത്തൊക്കെ പോയാൽ അങ്ങനെ ഒരു മരുന്നേ നമുക്ക് കിട്ടില്ല. ആ ഒരു ലൊക്കാലിറ്റിയിൽ മാത്രമേ ആ മരുന്നുകൾ കിട്ടുള്ളൂ. അവർക്ക് അത് വായിക്കാൻ പറ്റുള്ളൂ, നമുക്ക് വായിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ആവരുത്. എലിജിബിൾ ആൻഡ് അപ്രോപ്രിയേറ്റ് മെഡിക്കൽ റെക്കോർഡ് മസ്റ്റ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ. ഓരോ വ്യക്തിക്കും വ്യക്തവും അത് കറക്റ്റ് ക്ലിയർ ആയിട്ടുള്ള ആ ഒരു മെഡിക്കൽ റെക്കോർഡ് വേണം കൊടുക്കാനായിട്ട്. ദ മിനിമം സെറ്റ് ഓഫ് SOP ഷുഡ് ബി അവൈലബിൾ ഓഫ് എന്ന് വെച്ചാൽ എന്താ? SOP നമ്മൾ പഠിച്ചല്ല, സ്റ്റാൻഡേർഡ് ഇവിടെ പഠിച്ചു, മറക്കരുത്. SOP എന്താ പഠിച്ചേ? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഇനി അവിടുന്ന് SOP എന്നാ പറയുള്ളൂ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിന്റെ എന്താ കാര്യങ്ങൾ എന്തൊക്കെയാണത്? അതിന്റെ മിനിമം സെറ്റ്, ഏറ്റവും കുറഞ്ഞ സെറ്റ് എന്തൊക്കെയാണ്? ഏറ്റവും കുറഞ്ഞത് ഒരു മിനിമം സെറ്റ്. SOPയുടെ മിനിമം സെറ്റ് എന്തൊക്കെ? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണ് SOP. ഓക്കെ, മിനിമം സെറ്റ് ഓഫ് SOP ഏതാ? ഷുഡ് അവൈലബിൾ. താഴെ കൊടുക്കേണ്ടത് ഏതാ? റിസീവിംഗ് ഓഫ് ദ പേഷ്യന്റ്. രോഗിയുടെ സ്വീകരണം, നമ്മൾ പേഷ്യന്റിനെ സ്വീകരിക്കുന്നത്. സ്റ്റാൻഡേർഡ്, നമ്മള് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗിന്റെ ഒരു മിനിമം എന്താ? പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പേഷ്യന്റിനെ റിസീവ് ചെയ്യുക, പേഷ്യന്റിനെ സ്വീകരിക്കുന്നത്. രജിസ്ട്രേഷൻ ഓഫ് ദ പേഷ്യന്റ്, അത് കഴിഞ്ഞു. പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നു. പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ നമ്മ പേഷ്യന്റിനെ ഫയൽ എടുക്കും. അപ്പൊ ഏജ് പറയും, ഏജ് പറഞ്ഞ് സെക്സ് പറഞ്ഞ് അഡ്രസ് ഒക്കെ പറഞ്ഞ് നമ്മൾ ആ പേഷ്യന്റിനെ എന്ത് ചെയ്യും? നമ്മൾ രജിസ്റ്റർ ചെയ്യും. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് രജിസ്ട്രേഷൻ ഓഫ് ദ പേഷ്യന്റ്. മൂന്നാമത്തെ ട്രയാഡ് ഓഫ് ദ പേഷ്യന്റ്. ട്രയാഡ് എന്താ നമ്മൾ പഠിച്ചത്? എമർജൻസി ട്രീറ്റ്മെന്റ്, എമർജൻസി കെയർ. പേഷ്യന്റിന് ആദ്യം തന്നെ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്നു, രജിസ്റ്റർ ചെയ്തു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കും, ഇല്ലേ? എമർജൻസി ട്രീറ്റ്മെന്റ് നമ്മൾ പേഷ്യന്റിന് കൊടുക്കും. ഷിഫ്റ്റിംഗ് ഓർ ട്രാൻസ്ഫർ വിത്തിൻ ദ ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ എന്താ? ഈ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യണം. പേഷ്യന്റിന് നമ്മൾ ഫസ്റ്റ് കെയർ ഒക്കെ കൊടുത്തു ഹോസ്പിറ്റലില്, പേഷ്യന്റിന് കുഴപ്പമില്ല, 2 ദിവസം അവിടെ അഡ്മിറ്റ് ആയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഹോസ്പിറ്റലിനെ ക്യാഷ്വാലിറ്റിയിൽ നിന്ന് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ പേഷ്യന്റിന് എന്താ? ട്രാൻസ്ഫർ വിത്ത് ദ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ വന്നിട്ട് പേഷ്യന്റിന്റെ കണ്ടീഷൻ, ഹോസ്പിറ്റലിൽ ആക്സിഡന്റ് ആയിട്ടൊക്കെ വന്നു, കണ്ടീഷൻ ഭയങ്കര മോശമാണ്, ഈ ഹോസ്പിറ്റലിൽ കിടക്കാൻ പറ്റില്ല, അതിനുള്ള ഫെസിലിറ്റി ഈ ഹോസ്പിറ്റലിൽ ഇല്ലെങ്കിൽ നമ്മൾ ആ പേഷ്യന്റിന് എന്ത് ചെയ്യും? വേറെ ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ നമ്മള് ആ പേഷ്യന്റിന് വേണ്ട ആംബുലൻസ് സജ്ജീകരണങ്ങളൊക്കെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് റെഡിയാക്കി പേഷ്യന്റിനെ കൊടുക്കും, അല്ലെ? അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പൊ ആദ്യം തന്നെ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വരാം, രജിസ്റ്റർ ചെയ്യാം, ട്രീറ്റ്മെന്റ് കൊടുക്കുക, ട്രയാഡ് ഓഫ് ദ പേഷ്യന്റ്. പിന്നെ പേഷ്യന്റിന് ട്രീറ്റ്മെന്റിന് ശേഷം നമ്മൾ തീരുമാനിക്കും വീട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യണോ, കുഴപ്പമില്ല, പേഷ്യന്റ് നോർമൽ ആണ്, വീട്ടിലോട്ട് പോവാം. അല്ലെങ്കിൽ ട്രാൻസ്ഫർ വിത്ത് ദ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ റൂം കൊടുക്കും, അല്ലെങ്കിൽ വാർഡ് കൊടുക്കും. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് എന്താ? റെഫറൽ ഓഫ് ദ പേഷ്യന്റ്. അത് ഞാനിവിടെ പറഞ്ഞില്ല. എന്താ റെഫറല്? പേഷ്യന്റിനെ ഒന്നല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യണത് റൂമിലോട്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോട്ട്, അല്ലെങ്കിൽ പേഷ്യന്റിന് ഇവിടുത്തെ ഫെസിലിറ്റി ഇല്ല, അപ്പൊ വേറെ ഹോസ്പിറ്റൽ ആണെങ്കിൽ നമ്മൾ റെഫറൽ ഓഫ് ദ പേഷ്യന്റ്, പേഷ്യന്റിനെ വേറെ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യും. ഡിസ്ചാർജ് ഓഫ് ദ പേഷ്യന്റ്, പേഷ്യന്റ് അവിടെ കിടന്നു, റെഫറൽ ടു അനദർ പേഷ്യന്റ്, റെഫറൽ ടു അനദർ ഹോസ്പിറ്റൽ, വേറെ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യണത്. നെക്സ്റ്റ് ഡിസ്ചാർജ്, പേഷ്യന്റ് ഇവിടെ കിടന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, പേഷ്യന്റിന് ബെറ്റർ ആയി, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യും. അതാണ് ഡിസ്ചാർജ് ഓഫ് ദ പേഷ്യന്റ്. ബ്രോട്ട് ഇൻ ഡെത്ത് കേസ്, പിന്നെന്താ? ചിലപ്പോ മരണ കേസുകളൊക്കെ കൊണ്ടുവന്ന പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഭയങ്കര നെഞ്ചുവേന എടുത്തിറങ്ങും, അല്ലെ? ഭയങ്കര നെഞ്ചുവേന ആയിരിക്കും. വേഗം വണ്ടി വിളിച്ച്, ഓട്ടോറിക്ഷ കാറൊക്കെ വിളിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും, ഹോസ്പിറ്റലിന്റെ പടി എത്തുമ്പോഴേക്കും ആളിപ്പോ എന്ത് ചെയ്യും? മരിച്ചു, അല്ലെ? ഡെഡ് ആവും. അപ്പൊ മരിച്ച് ഹോസ്പിറ്റലിലെ പടി കയറി കഴിഞ്ഞാൽ പിന്നെ അവർ വിടോ? ഇല്ല. ഹോസ്പിറ്റലിൽ കയറ്റിയാൽ പിന്നെ നമുക്ക് ആ ഒരു ബോഡി കിട്ടണമെങ്കിൽ
ഒരു ഉച്ച നേരെങ്കിലും ഒരു 3-4 മണിക്കൂർ കഴിയാണ്ട് നമുക്ക് ആ ബോഡി കിട്ടില്ല. ഒരുപാട് പ്രൊസീജിയർ ഉണ്ടാവും. അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവരെന്ത് ചെയ്യും, ആ പേഷ്യന്റിന് ആ ബോഡി അവിടെ എടുത്ത് വാങ്ങി അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് പിന്നെ അതിന്റെ ഒരുപാട് പ്രൊസീജിയർ ഉണ്ടാവും. ചിലപ്പോ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട കേസ് ആണെങ്കിൽ അതും ചെയ്തിട്ടാ നമുക്ക് ബോഡി തിരിച്ചു തരുള്ളൂ, അല്ലെ? അപ്പൊ പ്രോട്ടീൻ ഡെഡ് കേസ്, മരണ കേസുകൾ എന്ത് ഹോസ്പിറ്റലിൽ വന്നാലും എന്ത് ചെയ്യാം, മിനിമം സെറ്റ് ഓഫ് SOP ഷുഡ്, അതല്ലേ നമ്മൾ പറയണേ. മിനിമം എന്താ നമുക്ക് സാധാരണ ചെയ്യാൻ പറ്റണ SOP-ല്. അപ്പൊ പ്രോട്ടീൻ ഡെഡ് കേസ് വന്നാലും ഇങ്ങനെ ചെയ്യാം. പിന്നെന്താ, കോഡ് ബ്ലൂ. കോഡ് ബ്ലൂ എന്ന് വെച്ചാൽ എന്താ? കോഡ് ബ്ലൂ എന്ന് വെച്ചാൽ കാർഡിയാക്കുമായിട്ട് ബന്ധപ്പെട്ടത്. കാർഡിയാക് അറസ്റ്റ് എന്ന് വെച്ചാല് അറ്റാക്ക്. ഓക്കെ, അറ്റാക്ക് ആയിട്ടൊക്കെ ഒരു പേഷ്യന്റ് വന്നു പെട്ടുകഴിഞ്ഞാൽ അതിനാണ് കോഡ് ബ്ലൂ എന്ന് പറയുന്നത്. കോഡ് ബ്ലൂ എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ ബ്രാക്കറ്റിൽ എഴുതി വെച്ചോ. അറ്റാക്ക് ആയിട്ട് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ എന്താ പറയണതാണ് കോഡ് ബ്ലൂ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പേഷ്യന്റ് ഒക്കെ വന്നാലും ഈ SOP-ല് മിനിമം ഇതാവും. ഇനി മെഡിക്കോ ലീഗൽ കേസ്. മെഡിക്കോ ലീഗൽ കേസ് എന്ന് വെച്ചാൽ എന്താ നമ്മൾ പറഞ്ഞു. മെഡിക്കോ ലീഗൽ കേസ് എന്ന് വെച്ചാൽ കൈ മുറിച്ച് വരാം, തീ പൊള്ളലേറ്റ് വരാം, ആത്മഹത്യ, പിന്നെന്താ കത്തിക്കുത്ത്, റേപ്പ്, ഇങ്ങനത്തെ കേസുകൾ, ആക്സിഡന്റ്, ഇങ്ങനത്തെ ഉള്ള കേസുകൾ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ മെഡിക്കോ ലീഗൽ കേസായി. അങ്ങനത്തെ കേസുകളും നമ്മുടെ മിനിമം സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് SOP, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൽ പെടും SOP. ഓക്കെ, പിന്നെ ക്ലിനിക്കൽ പ്രോട്ടോകോൾസ്. ക്ലിനിക്കൽ പ്രോട്ടോകോൾസ് എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലിന്റെ ഒരുപാട് പ്രോട്ടോകോൾസ് ഉണ്ട്, ഇല്ലേ? എന്താ പ്രോട്ടോകോൾസ് ഉള്ളത്? നമ്മൾ ചെല്ലുമ്പോ തന്നെ ഹോസ്പിറ്റലിന്റെ OP-യുടെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും എന്താ, നോ സ്മോക്കിംഗ്, അല്ലെ? പുകവലി പാടില്ല. അങ്ങനെ ഒരുപാട് പ്രോട്ടോകോൾ ഉണ്ടാവും. പിന്നെ ചില ഹോസ്പിറ്റലിന്റെ സൈഡിൽ കടലാസുകൾ, വേസ്റ്റുകൾ ഒന്നും ഇടാൻ പാടില്ല. പിന്നെ എന്തായിരിക്കും, ചില ആൾക്കാരൊക്കെ സൈഡിലൊക്കെ യൂറിൻ പാസ് ചെയ്യായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ പറയും ഇവിടെ അങ്ങനെയൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ ക്ലിനിക്കൽ പ്രോട്ടോകോൾ, ഹോസ്പിറ്റലിൽ ഒരുപാട് പ്രോട്ടോകോൾസ് ഉണ്ടാവും, ഒരുപാട് ഇൻസ്ട്രക്ഷൻസും ഒരുപാട് ഇതൊക്കെ ഉള്ളതാണ് ഹോസ്പിറ്റൽ, അല്ലെ? അപ്പൊ അങ്ങനത്തെ പ്രോട്ടോകോൾ ഒക്കെ എഴുതിപ്പെടും ഈ SOP-യുടെ മിനിമം സെറ്റ് ഓഫിൽ പെടും. അതാ പറഞ്ഞേ, മിനിമം സെറ്റ് ഓഫ് SOP ഷുഡ് ബി അവൈലബിൾ. അതിൽ ഉള്ള താഴെയുള്ള കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഓക്കെ, നിങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക, നിങ്ങളുടെ മനസ്സിൽ ഓർത്തിരിക്കുക. ഇതിൽ കോഡ് ബ്ലൂ ചിലപ്പോ ചോദിക്കും. കോഡ് ബ്ലൂ എന്താ? കാർഡിയാക് അറസ്റ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് എടുക്കണതിന് കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാവരും ഹാപ്പി അല്ലേ? നെക്സ്റ്റ് എടുക്കട്ടെ? ഓക്കെ. സ്പീഡ് കൂടുന്നുണ്ടാ നിങ്ങൾക്ക്? സ്പീഡ് എന്തെങ്കിലും കൂടുന്നുണ്ടെങ്കിൽ പറയണോട്ടാ. സ്പീഡ് കൂടുന്നുണ്ടാ? ഇല്ല. ഓക്കെ, മനസ്സിലാവുന്നുണ്ടാ? നെക്സ്റ്റ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. ഇനി ക്വാളിറ്റി ഇൻഡിക്കേറ്റർ, ഗുണനിലവാര സൂചകങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടോ. ക്വാളിറ്റി, നമ്മുടെ ഹോസ്പിറ്റലിൽ ഓരോ കാര്യങ്ങൾക്ക് ക്വാളിറ്റികൾ എന്താ? അൺപ്ലാനഡ് റീ അറ്റൻഡൻസ് റേറ്റ് എന്ന് വെച്ചാൽ ആസൂത്രണം ചെയ്യാത്ത ഇത്. അൺപ്ലാനഡ് വീണ്ടും അവിടെ അറ്റൻഡൻസിന്റെ ഓരോ കാര്യങ്ങൾ. ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് വരുമ്പോൾ അതിൽ എല്ലാ പേഷ്യന്റും എന്തായിരിക്കും, നമ്മൾ പ്ലാൻ ചെയ്യണില്ല. പേഷ്യന്റ് ഇന്ന സമയത്ത് ഇത്രയും പേഷ്യന്റ് വരുമെന്ന് നമ്മൾ അറിയണില്ല, നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ അല്ലെങ്കിൽ നേരം വെളുക്കുമ്പോ വിചാരിക്കും നാളെ ഞാനൊരു 25 പേഷ്യന്റിനെ നമ്മുടെ ഹോസ്പിറ്റലില് കൊണ്ടുവരും. നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താ, നമ്മൾ പറയണ പോലെയല്ല, തന്നെ വരുന്നവരല്ലേ. അപ്പൊ പ്ലാൻ ചെയ്യാണ്ട് പെട്ടെന്ന് ഒരുപാട് പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ റീ അറ്റൻഡൻസ്, അവരുടെ ആ ഒരു അറ്റൻഡൻസിന്റെ റേറ്റ്, അതിന്റെ ആ വീണ്ടും ഹാജർ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. അതാ പറഞ്ഞു. ഇപ്പൊ റിസപ്ഷനിലെ കാര്യമാണ് ഈ പറയണേ. ക്വാളിറ്റി, അതിന്റെ പേഷ്യന്റ് കൂടിയാല് ഒരുപാട് പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റൽ എന്താ, നല്ല ക്വാളിറ്റി ഉള്ളതാന്ന് പറയും, നല്ല ഹോസ്പിറ്റലാണ്, അല്ലെ? അപ്പൊ അതിന്റെ ക്വാളിറ്റി ഇൻഡിക്കേറ്റർ ചെയ്യണതാ ചോദിക്കുന്നത്. ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ക്വാളിറ്റി, എന്തുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലിൽ ഇത്രയും നല്ല തിരക്ക്? അതിന്റെ കാരണങ്ങൾ ഒന്നാണ് അൺപ്ലാനഡ്. നമ്മൾ വിചാരിക്കാതിരിക്കുന്നത്, പ്ലാൻ ചെയ്യാത്ത സമയത്ത് റീ അറ്റൻഡൻസ് റേറ്റ്. അപ്പൊ ഒരുപാട് പേഷ്യൻസ് ഇങ്ങനെ വന്നു കയറുന്നത്. ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എന്താ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചെലവഴിച്ച ആ ഒരു ടോട്ടൽ ടൈം എന്തോരം സമയം നമ്മൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചെലവഴിച്ചു എന്നുള്ളത്. എന്താ വെച്ചാൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ കാഷ്വാലിറ്റി ആണ്. ഏത് പേഷ്യന്റും എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുന്നത് എവിടേക്കാ? കാഷ്വാലിറ്റിയിലോട്ടാ വരുന്നത്, അല്ലെ? OP-യിൽ പോവോ? ഒരു ആക്സിഡന്റ് ആയിട്ട് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ അവര് നേരെ OP-യിലേക്ക് പോവില്ല. അവരെവിടെ വരുള്ളൂ?
അവര് ക്യാഷ്വാലിറ്റിയെ വരുള്ളൂ. അപ്പൊ ഈ ക്യാഷ്വാലിറ്റിയിൽ ഭയങ്കര ഒരു നഴ്സ് കുറെ നേരമായിട്ട് ക്യാഷ്വാലിറ്റിയിൽ കയറും. അപ്പൊ നമ്മൾ പുറത്ത് നിൽക്കുന്നവർ പറയാ കുറെ നേരമായിട്ട് ആ നഴ്സ് ക്യാഷ്വാലിറ്റിയിൽ ഉണ്ടല്ല, അതെന്താ പുറത്തിറങ്ങാത്തത്? കാരണം എന്താ, അവിടെ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്, ഒരുപാട് ടൈം അവരവിടെ ചെലവ് ചെയ്യുന്നുണ്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെ. അതും അതിന്റെ ഒരു ക്വാളിറ്റി പെടും. എന്താ ഹോസ്പിറ്റലിന്റെ ആ ക്വാളിറ്റി. ആ ക്യാഷ്വാലിറ്റിയിൽ ഒരു പേഷ്യന്റ് മഞ്ഞില്ല, ആ നഴ്സ് വെറുതെ അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. നഴ്സുമാർക്ക് ഒരു ഡ്യൂട്ടിയും ഇല്ല. അവിടെ ഒരു പേഷ്യന്റ് മഞ്ഞില്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന് അത്രേ ഉള്ളൂ. നമ്മളിപ്പോ പിന്നെ ആ ഹോസ്പിറ്റൽ നമ്മൾ ഇഷ്ടപ്പെടില്ല. തിരക്കുള്ള ഹോസ്പിറ്റലാണ് ഏറ്റവും നല്ല ഹോസ്പിറ്റലായിട്ട് ജനങ്ങൾ എടുക്കുന്നത് അല്ലേ. നമ്മുടെ ജീവന്റെ പ്രശ്നമാണ്. അപ്പൊ ഒരു ഡോക്ടേഴ്സിന് ഒരുപാട് പേർക്ക് കാശ് കൊടുത്താൽ ഒരുപാട് പേര് ഡോക്ടേഴ്സ് ആവും. ഇപ്പൊ അങ്ങനെയല്ലേ. ഇപ്പൊ 50 ലക്ഷമോ 75 ലക്ഷം കൊടുത്താലും ഏത് പഠിക്കാത്തവനും എന്താവാൻ പറ്റും? ഡോക്ടർ ആവാൻ പറ്റും. പക്ഷെ ഗവൺമെന്റിൽ പഠിച്ച് സ്വന്തം ഇതില് പ്രയത്നം കൊണ്ട് നേടിയ ഡോക്ടേഴ്സിനല്ലേ നമുക്ക് ഇഷ്ടം. അവര് എങ്ങനെ വന്നാലും നമ്മൾ എന്താ ആഗ്രഹിക്കുക? നമ്മുടെ ജീവന്റെ ഒരു പരീക്ഷണത്തിന് നമ്മളെ ജീവൻ വിട്ടുകൊടുക്കില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്നതും എന്തിന്റെ ക്വാളിറ്റിയാ? ഇതിന്റെ ഹോസ്പിറ്റലിന്റെ ആ ഒരു ക്വാളിറ്റിനെ സൂചിപ്പിക്കുന്നു. ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീയിങ് എന്ന് വെച്ചാൽ എന്താ? ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീയിങ് എന്ന് വെച്ചാൽ കാണാതെ പോയി എന്ന് വെച്ചാല് എന്താ പറയാ? നമ്മളിപ്പോ ഒരു പേഷ്യന്റിനായാലും വന്നു കഴിഞ്ഞിട്ട് മൈൻഡ് ചെയ്യാണ്ട് അങ്ങനെയൊക്കെ പോകണമെന്ന് പറയുന്നില്ല. അതാണ് ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ എന്ന് പറയുന്നത്, കാണാതെ പോയി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വേറെന്താ പറയാ? ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ എന്തെങ്കിലുമൊക്കെ നമ്മുടെ പേഷ്യന്റ് ഒരുപാട് വന്ന സമയത്ത് നമ്മൾ അവരെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലിന്റെ എന്താ നിൽക്കില്ല. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ. പരിഗണിക്കാതെ. ഓക്കെ, അത് തന്നെ. നമ്മൾ അവരെ പരിഗണിക്കാതെ, മൈൻഡ് ചെയ്യാതെ നമ്മളൊരു ആള് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല, ഞാൻ വേറൊരു ക്ലാസ് പറഞ്ഞിരുന്നു. സമ്മറിറ്റൻ ഹോസ്പിറ്റലിൽ ഞാൻ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാ? പഴങ്ങനാടുള്ള ഒരു സമ്മറിറ്റൻ ഹോസ്പിറ്റല് ഇല്ല. പഴങ്ങനാടുള്ള ഒരു സമ്മറിറ്റൻ ഹോസ്പിറ്റലില് എന്റെ വാപ്പിച്ച് ഇല്ല പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ കൊറോണ സമയത്ത് എന്റെ വാപ്പച്ചിക്ക് കൊറോണ ഒക്കെ വന്ന് ഓക്സിജൻ ലെവലൊക്കെ ഭയങ്കര കുറഞ്ഞ് ലങ്സിനൊക്കെ ഭയങ്കര 25% ലങ്സ് ഡാമേജ് ആയിരുന്നു വാപ്പച്ചിക്ക് കൊറോണ വന്നിട്ട്. അപ്പൊ ഞങ്ങള് ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോ അവര് പറഞ്ഞു വേഗം വെന്റിലേറ്റർ ഹോസ്പിറ്റൽ ആംബുലൻസ് റെഡി ആക്കുക, എന്നിട്ട് വെന്റിലേറ്റർ ഉള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, വാപ്പാക്ക് അത്രയും സീരിയസ് ആണെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ വേഗം ആംബുലൻസ് വിളിച്ച് രാത്രി ഞങ്ങൾ പഴങ്ങനാടുള്ള സമ്മറിറ്റൻ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടുത്തെ ഒരു ബേസിൽ ബാബു എന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണ് അവിടെ. ആ ഡോക്ടർ ഞങ്ങൾക്ക് വേണ്ടി രാത്രി 12:30 ഞങ്ങൾ അവിടെ ചെന്നത്. അതുവരെയും ആ ഡോക്ടർ ഞങ്ങൾ വിളിച്ച് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് ഞാനും എനിക്ക് സ്റ്റാഫൊക്കെ അറിയണുണ്ട്. അപ്പൊ അവർക്ക് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വിഷമിക്കണ്ട, വാപ്പാക്കൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ. നമ്മളൊരു ആ ഡോക്ടർ സംസാരത്തിൽ തന്നെ നമ്മുടെ വിഷമമൊക്കെ അങ്ങനെ ഇല്ലാതായി പോയി. അങ്ങനെ എന്നിട്ട് നമ്മൾ ആ പേഷ്യന്റിനെ വാപ്പച്ചിക്ക് അവിടെ കിടന്ന് ഒരാഴ്ച കിടന്ന് വാപ്പച്ചിക്ക് വെന്റിലേറ്ററിൽ നിന്ന് കിടക്കേണ്ടി വന്നില്ല. സാധാരണ ഐസിയുവിൽ കിടന്ന് ഹോസ്പിറ്റലിലെ വാപ്പച്ചിയുടെ ഇതെല്ലാം മാറി ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാ മാസവും ചെക്കപ്പിന് പോകും. ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകുമ്പോ വാപ്പച്ചിക്ക് ആ ഡോക്ടർ ഇപ്പോഴും വാപ്പച്ചിനെ എല്ലാ ഡീറ്റെയിലും അറിയാം. ഞങ്ങൾ ചെക്കപ്പിന് പോകുമ്പോൾ ഓടി വന്നുകൊണ്ട് ആ ഡോക്ടർ വാപ്പാക്ക് എങ്ങനെയുണ്ട്, ഞങ്ങൾ എന്തും ഇവിടെ പറയുമേ എത്ര സീരിയസ്ലി വന്നാണെന്നും പറഞ്ഞ് ആ ഡോക്ടർ ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങളോടും. പിന്നെ അവിടുത്തെ ക്യാൻറ്റീൻ എന്ന് വെച്ചാൽ ഒരു വീട് പോലെയാണ്. നഴ്സുമാരാണ് അവിടുത്തെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്, സിസ്റ്റേഴ്സ്. നഴ്സുമാരെന്ന് പറയുന്നത് കന്യാസ്മാരില്ലേ, സിസ്റ്റേഴ്സ്. അപ്പൊ അവരാണ് അവിടെ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ. അപ്പൊ ഒരു ഹോസ്പിറ്റലിന്റെ മണോ ഒന്നുമില്ല. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അറിയാം നമ്മൾക്ക് എന്തോ സ്വന്തക്കാരെ വീട്ടിൽ പോയി വരുന്ന പോലെയാണ് സമ്മറിറ്റൻ ഹോസ്പിറ്റലിൽ പോയി വരുമ്പോ. ചെക്കപ്പിന് പോയാൽ വാപ്പിച്ച് മക്കളെ പേരക്കിടാങ്ങളെയൊക്കെ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയോടുകൂടി വീട്ടിലേക്ക് തിരിച്ചു വരുള്ളൂ. എന്നുവെച്ചാ അത്രയും ആ ഒരു ഹോസ്പിറ്റലിൽ ആ ഒരു ഡോക്ടർ ആ ഒരു ബാബുവാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും സമ്മറിറ്റൻ ഹോസ്പിറ്റലിൽ അറിയുന്നവരുണ്ടാ? ബേസിൽ ബാബു എന്നാണ്, യൂട്യൂബിലൊക്കെ ഉണ്ട്. ബേസിൽ ബാബു നല്ലൊരു ഫിസിഷ്യനാണ്. ഇല്ല, ഇവിടെ ആരുമില്ല. ഡിസ്ട്രിക്ട് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്. ഇല്ല. ഓക്കെ, അറിയാം. ഓക്കെ.
മറ്റേ ഞാൻ ഏതൊരു ക്ലാസ്സിൽ ഒരുപാട് പേര് അവിടെ ഉള്ളവരുണ്ട് കേട്ടോ, സമ്മറിറ്റൽ എല്ലാം അറിയുന്നവരുണ്ട്. ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞത് പരിഗണിക്കാതെ നമ്മൾ പറഞ്ഞല്ല. അപ്പൊ ഇവിടെ അങ്ങനെ പരിഗണിക്കാതെ എന്ന് പറഞ്ഞതിന്റെയാണ് ഇവിടെ പറഞ്ഞത്. ഞങ്ങളെ ഹോസ്പിറ്റൽ അങ്ങനെയാണ്. ഓക്കെ, വില്ലേജിന് അവിടെ ഉണ്ട്. ഓക്കെ, ഓക്കെ. അപ്പൊ ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ എന്ന് വെച്ചാൽ കാണാതെ പോയി എന്നാണ് ഇവിടെ പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരാൾ എന്തോ ടൈപ്പ് ചെയ്ത് വെച്ചിരുന്നു, ഞാൻ ഈ സംസാരത്തിന്റെ ഇടയിൽ കാണാൻ പറ്റില്ല. ഒന്നും ആരാണ് എന്തോ മെസ്സേജ് ഇട്ടിരുന്നല്ല, എന്തോ മെസ്സേജ് ഇട്ടിരുന്നല്ല. വിത്തൗട്ട് ബീയിങ് സീൻ ഹെൽത്ത് കെയർ റിവ്യൂസ് പേഷ്യന്റ് ലീവ്സ്, ബാക്കി കാണാൻ പറ്റുന്നില്ലല്ലോ. ഒക്കെ കേട്ടാ. അതിന്റെ കറക്റ്റ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കിയിട്ട് പറയാട്ടെ എന്താന്നുള്ളത്. ഇപ്പൊ ഇതായിരിക്കും ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ എന്ന് പറയണത്. ഇത് ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഹോസ്പിറ്റലിന്റെ നമ്മള് നല്ല കാര്യമാണോ, നല്ല ഹോസ്പിറ്റലാണോ എന്നുള്ളത്. ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, നമ്മളെ എത്രയും കൊല്ലം കൊറോണ വന്നത് എത്ര 2018-ലെങ്ങാണ്ടായിരുന്നു. 18-ലല്ല 19-ലായിരുന്നു കൊറോണ സമയം അല്ലേ. 21-ല് ഭയങ്കര മൂർജിച്ച് നിൽക്കണ ആ സമയത്ത് കൊറോണ വന്ന സമയത്ത് ഇപ്പോഴും നോട്ട് ക്യാരി ഔട്ട് ഡ്യൂ ടു പേഷ്യന്റ് ഓൺ ഹെൽത്ത് കെയർ പ്രൊസീജിയർ, അതിന്റെ നടപടിക്രമങ്ങളും അതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചൊക്കെ. പക്ഷെ അങ്ങനെ വരുമ്പോ ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് ചെയ്യുന്നതിന്റെ മീനിങ് ആവണില്ലല്ല. ഓക്കെ, നിങ്ങളത് വിട്, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കി കറക്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, എന്നാലും ക്വാളിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ലെഫ്റ്റ് വിത്തൗട്ട് ബീയിങ് സീൻ എന്ന് പറയുന്നത് സി ഡോക്ടർ, സോ ഡോക്ടറെ കാണാണ്ട് പോണത്. ഓക്കെ, എന്നാലും ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് പറഞ്ഞു തരാം. നിങ്ങളത് ഓർമ്മിപ്പിക്കണം, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഓർമ്മിപ്പിക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾ അവിടെ മാർക്ക് ചെയ്തിട്ടോ, അത് മാർക്ക് ചെയ്തിട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഒന്നും പെൻഡിങ്ങിൽ വെക്കണ്ട. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് പോവാം. അപ്പൊ ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്താ? ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്. എന്താ? പ്രാഥമിക വിലയിരുത്തലുള്ള ആ ഒരു ടൈം. ഇനീഷ്യൽ അസസ്മെന്റ്, പ്രാഥമിക വിലയിരുത്താനുള്ള ടൈം എന്ന് വെച്ചാൽ പേഷ്യന്റ് ഹോസ്പിറ്റൽ ഡോക്ടറെ അടുത്ത് വന്ന് ഡോക്ടറെ കാര്യങ്ങള് ഡോക്ടറോട് പേഷ്യന്റിന്റെ കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പൊ പേഷ്യന്റിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഡോക്ടർ എന്താ പേഷ്യന്റിനെ അപ്പൊ എന്താ ചെയ്യണേ? ഒരു എമർജൻസി, ഒരു മെഡിക്കൽ മൂല്യനിർണ്ണയം നടത്തുന്നതിന് മുമ്പ് ഒരു എമർജൻസി. അപ്പൊ ഇതില് പ്രാഥമിക വിലയിരുത്തൽ എന്ന് പറയണത് ആ പേഷ്യന്റ് നമ്മൾ എമർജൻസി ട്രീറ്റ്മെന്റിന് വന്നേക്കണം കാര്യത്തിൽ പറയണ്. അപ്പൊ തന്നെ ഡോക്ടർ മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ നോക്കിക്കോളാം, ബൈസ്റ്റാൻഡർ ആയിരിക്കും എമർജൻസി ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ കൂടെ വന്നേക്കണ ബൈസ്റ്റാൻഡർ ആയിരിക്കും ഡോക്ടറോട് വിവരങ്ങളൊക്കെ പറയണത്. അതൊന്നും മൈൻഡ് ചെയ്യാതെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടല്ല. അതിനെല്ലാം കേട്ട് ഇവർക്ക് പറയാനുള്ളത് എങ്ങനെയാണെന്നുള്ളത് കേട്ട് അതിനൊരു ടൈം കൊടുത്ത്, ഇത്രയും ടൈം അതിനെ കേട്ടിട്ട് എല്ലാ കാര്യങ്ങളും കേട്ടിട്ട് വേണം ഡോക്ടർ എന്ത് ചെയ്യണം? വിലയിരുത്താനായിട്ട്. പേഷ്യന്റിന്റെ കാര്യങ്ങളൊക്കെ വിലയിരുത്തണം. അതാണ് അപ്പൊ ഒരു ക്വാളിറ്റി ആയിരിക്കും. ഒരു പേഷ്യന്റ് ഭയങ്കര ആക്സിഡന്റ് ആയിട്ട് വന്ന് വണ്ടി ഇടിച്ച് ഇപ്പൊ എങ്ങനെയുണ്ടെന്നൊക്കെ പേഷ്യന്റിനെ നോക്കി കഴിഞ്ഞിട്ട് ബൈസ്റ്റാൻഡറോട് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുക. എന്നിട്ട് അതിനെ കുറിച്ച് വിലയിരുത്തിയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുക. അപ്പൊ എല്ലാവർക്കും ഇഷ്ടാവും. ഹോസ്പിറ്റലിലായാലും അവിടുത്തെ പേഷ്യന്റിനായാലും അവർക്കൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കും. അപ്പൊ അതൊരു ക്വാളിറ്റി പെടും. ടൈം ടു ഇനീഷ്യൽ അസസ്മെന്റ്, പ്രാഥമിക വിലയിരുത്തലിനുള്ള ആ ഒരു ടൈം എന്ന് വെച്ചാൽ ഫസ്റ്റ് എല്ലാം വരുമ്പോ വേണം ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. പേഷ്യന്റ് വന്ന് എല്ലാ ട്രീറ്റ്മെന്റും കഴിഞ്ഞിട്ട് പോയി സംസാരിക്കുന്നത് ടൈം എടുത്ത് വിലയിരുത്തണതല്ല. ആ സമയത്ത് തന്നെ പ്രാഥമികമായിട്ട് പേഷ്യന്റ് വന്ന ടൈമിൽ തന്നെ പേഷ്യന്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞ് വിലയിരുത്തണം. ഓക്കെ, പിന്നെ ടൈം ടു ട്രീറ്റ്മെന്റ്, ചികിത്സയ്ക്കുള്ള ടൈം. നമ്മള് എങ്ങനെ നല്ല ട്രീറ്റ്മെന്റിന് ഒരുപാട് നേരം ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ അതിന്റെ സമയം നോക്കണം. അതും ഇതിന്റെ ക്വാളിറ്റിനെ ബാധിക്കും. ടൈം ടു ട്രീറ്റ്മെന്റും ഒരു ക്വാളിറ്റി പെട്ടതാണ്. പിന്നെ സർവീസ് എക്സ്പീരിയൻസ്, അവിടുത്തെ സേവന പരിചയം, എങ്ങനെ അവിടുത്തെ സർവീസുകൾ
എല്ലാ സ്റ്റാഫുകളും നഴ്സുമാരായാലും എല്ലാവരും അവരോട് നല്ല രീതിയിൽ സേവനങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു നല്ലൊരു ക്വാളിറ്റി പെടും അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ക്വാളിറ്റിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ക്വാളിറ്റിനെ സൂചിപ്പിക്കുന്ന 1, 2, 5, 6 കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം നമ്മൾ അത് ചോദിച്ചിട്ട് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു തരാം. ബാക്കി 5 കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? ക്വാളിറ്റിനെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലേ? ഒന്നാമത്തെ അൺപ്ലാനഡ് അറ്റൻഡൻസ് റേറ്റ്, അതിന്റെ ആസൂത്രണം ചെയ്യാത്ത വീണ്ടും നമ്മൾ ആ പേഷ്യന്റ് ഒക്കെ ഒരുപാട് നേരം വരുമ്പോൾ. പിന്നെന്താ ടോട്ടൽ ടൈം സ്പെൻഡ് ഇൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ടൈം ഇനീഷ്യൽ അസസ്മെന്റ്, പിന്നെ ടൈം ടു ട്രീറ്റ്മെന്റിനും ടൈം എടുക്കണം, പിന്നെ സർവീസ് എക്സ്പീരിയൻസ്, അതിന്റെ സർവീസ് എങ്ങനെയൊക്കെയാണ്, അതിന്റെ സഹായം നമ്മൾ ആ പേഷ്യന്റിനെ എങ്ങനെയൊക്കെയാണ് പരിചരിക്കുന്നതിനുള്ള സേവന പരിചരണ കാര്യങ്ങൾ നമ്മുടെ ഇതിന്റെ ക്വാളിറ്റിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഇത്രയും കുറച്ചാ തീർന്നുള്ളൂ. ഇന്ന് നമ്മൾ എന്തോരം എടുത്തേ? ഈ ഒരു പേജ് എടുത്തുള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് റോൾ ഓഫ് എമർജൻസി, ക്ലർക്ക്, സെക്രട്ടറി, അതിന്റെ കാര്യങ്ങളാണ്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചെറിയ പാഠം ഇതുള്ളൂ. അതോടുകൂടി നമുക്ക് ഈ പാഠം തീരും. അപ്പൊ നമ്മുടെ മൊഡ്യൂള് 2-ലല്ലേ നമ്മൾ തുടങ്ങി? മൊഡ്യൂള് 2 അല്ലേ ഇത്? മൊഡ്യൂൾ 1 എല്ലാം കഴിഞ്ഞ നമ്മുടെ? അതോ മൊഡ്യൂൾ 1 ഇത്? മൊഡ്യൂൾ 1 അല്ലല്ല. മൊഡ്യൂൾ 1 ആക്സിഡന്റ് എമർജൻസിയിലെ മൊഡ്യൂൾ 1. അപ്പൊ കുറച്ച് ലാസ്റ്റും കൂടി ഉണ്ട്. പിന്നെ മറ്റേ പോയിന്റും കൂടി ഞാൻ പറഞ്ഞു തരാം. അപ്പൊ അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ തീരും. സഫീറ, ഒരു മെഡിക്കൽ മൂല്യനിർണ്ണയം നടത്തുന്നതിന് മുമ്പ് ഒരു എമർജൻസി, അത്ര എനിക്ക് കാണുന്നുള്ളൂ. ബാക്കി ഇവിടെ സ്ക്രീനിൽ നിൽക്കണ ആരണം വിട്ടു പോവുകയാണ്. നോക്കട്ടെ, ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഇടുന്നവർ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വിടുന്നവർ. ഓക്കെ, അതാണ് ഇട്ടത്, സഫീർ ഇട്ടത്. അത് എന്താണ് വിത്തൗട്ട് ലെഫ്റ്റ്, അതിന്റെയാണോ കാര്യങ്ങൾ ഇട്ടത്? ഓക്കെ ഓക്കെ, ബാക്കി എല്ലാവരും മനസ്സിലായില്ല എല്ലാവർക്കും? വേറെ ഒന്നിലും ഡൗട്ട് ഒന്നുമില്ലല്ല? ഞാൻ ഓണാക്കി. വേറൊന്നും സംശയമില്ലല്ലോ നിങ്ങക്ക്? പറഞ്ഞോ, ഞാൻ മൈക്കോണാണ്. ഇല്ല. ഓക്കെ, എന്നാ അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. ഓക്കെ, വെൽക്കം.